ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് 65% കടന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അന്തിമ കണക്ക് പുറത്തുവിട്ടത്. പോളിംഗ് ശതമാനം 65.08%. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീനാഥ്, അത് എവർ ടൈം ഹൈ ആണ് എന്ന് പറഞ്ഞാൽ ബീഹാറിന്റെ ചരിത്രത്തിലെ ഇന്നേവരെ ഇല്ലാത്ത വിധമുള്ള വലിയ പോളിംഗ് ശതമാനമാണ്. എന്തിൻ്റെയോ സൂചനയാണ്, ജനമെന്തോ തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയിട്ടുമുണ്ട്. ശ്രീനാഥ്, അതെന്താണ് എന്ന കാര്യത്തിൽ മുന്നണികൾക്കും ഇപ്പോഴും ഒരു ആശയ വ്യക്തതയില്ല. അവരും വലിയ ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോഴും ഉള്ളത്. 2-3 ഘടകങ്ങൾ അവർ കണക്കാക്കുന്നുണ്ട്. ഒന്നുകിൽ അതൊരു ഭരണവിരുദ്ധ വികാരമാകാം, അല്ലെങ്കിൽ ഒരു അനുകൂല തരംഗം എന്ന് NDA പറയുന്നത് പോലെയാകാം. ഇനിയല്ല, ജൻസുരാജ് പാർട്ടിയുടെ ഒരു സ്വാധീനം കൊണ്ട് പുതുതായി ഈ യുവാക്കളടക്കം കൂടുതലായി വന്ന് വോട്ട് ചെയ്തതാവും. ഇനി അതല്ലെങ്കിൽ ഛത്തുപൂജ നടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് അതിനുവേണ്ടി സംസ്ഥാനത്തേക്ക് എത്തിയ ആളുകൾ മടങ്ങിപ്പോവാതെ ഇവിടെ നിന്ന് വോട്ട് ചെയ്തു എന്നത് മറ്റൊരു വ്യാഖ്യാനമാണ്. അതെന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റൊരു രീതിയിൽ അതിന് കാണുന്നു. SIR, ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തിയതോടെ വോട്ടർ പട്ടികയിൽ കൃത്യമായ ആളുകൾ മാത്രം ഉണ്ടാവുകയും അവർ തന്നെ എത്തി വോട്ടുകൾ ചെയ്തതുകൊണ്ടാണ് ഈ തരത്തിൽ ഉയർന്നത് എന്നവർ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ചരിത്രത്തിലേക്ക് കൂടി ഒന്ന് പോയാൽ ഈ 5% മുകളിൽ വോട്ടിംഗ് വർധനവുണ്ടായാൽ അത് ഭരണവിരുദ്ധ വികാരമായി മാറുന്നതാണ് ബീഹാറിൻ്റെ ഒരു പൊതുചരിത്രം. ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങളിലെ കണക്കുകളൊക്കെ ഒന്ന് പരിശോധിച്ചതായിരുന്നു. 67-ൽ അന്ന് പോളിംഗ് 7% ഉയർന്നപ്പോഴാണ് കോൺഗ്രസിന് സംസ്ഥാനത്ത് ആദ്യമായി അധികാരം നഷ്ടമാവുന്നത്. 1980-ൽ 7% പോളിംഗ് കൂടിയ സമയത്താണ് ജനതാ പാർട്ടി വീഴുകയും വീണ്ടും ഒരിക്കൽ കൂടി കോൺഗ്രസ് മടങ്ങി വരികയും ചെയ്യുന്നത്. 90-ൽ പിന്നെയും 5%-ൽ ഏറെ പോളിംഗ് കൂടിയിരുന്നു ഒരിക്കൽ. അന്ന് വീണ്ടും നിതീഷ് കുമാർ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റചരിത്രം ഉണ്ട് അവിടെ. ഒരു 11% പിടിവുണ്ടായപ്പോൾ നിതീഷ് കുമാർ അദ്ദേഹത്തെ വന്നിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. 2005-ൽ അന്ന് 16% ഡിപ്പാണ്, കുറവാണ് വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായത്. അന്ന് RJD പോവുകയും പിന്നീട് നിതീഷ് കുമാർ അധികാരത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരൊറ്റ കണക്ക് മാത്രം, ഒരു ഒറ്റ അനുഭവം മാത്രമുള്ളൂ. അതിനപ്പുറത്തേക്ക് 5%-ലധികം വർധന വരുമ്പോൾ അവിടെ അധികാര മാറ്റം എന്നതാണ്. ഏതായാലും കോൺഗ്രസ് ഇന്നിപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ചിലത് ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ പട്നയിലാണുള്ളത്. അല്പസമയത്തിനകം ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു വാർത്താ സമ്മേളനം നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ തങ്ങൾക്ക് അനുകൂലമായി വരേണ്ട ചില വോട്ടുകളൊക്കെ വെട്ടിമാറ്റി എന്നൊരു ആരോപണമാണ് അവർ ഉന്നയിക്കാൻ സാധ്യതയുള്ളത്. അതിൻ്റെ ചില തെളിവുകൾ ഇന്ന് പുറത്ത് വിടുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇന്നലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദില്ലി അടക്കമുള്ള ഇടങ്ങളിൽ വോട്ട് ചെയ്ത BJP-ക്കാർ സംസ്ഥാനത്തെത്തി ഈ തെരഞ്ഞെടുപ്പിൽ 1ാം ഘട്ടത്തിൽ വോട്ട് ചെയ്തു എന്നതാണ്. ഇന്നിപ്പോൾ കോൺഗ്രസ് പുതിയ ആരോപണം ഉന്നയിക്കുന്നത് ഈ അവർക്ക് അനുകൂലമായി കിട്ടേണ്ട വോട്ടുകൾ ബോധപൂർവമായി വെട്ടിമാറ്റി എന്നതാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകും. അതേസമയം ഇന്ന് രാവിലെ ജൻസുരാജ് പാർട്ടി നേതാവായ പ്രശാന്ത് കിഷോർ ഈ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് വോട്ട് കൊള്ളയൊന്നും ബീഹാറിൽ ഒരു ചർച്ചാ വിഷയമല്ല, മറ്റ് പല വിഷയങ്ങളുമാണ് ചർച്ചയാകാൻ പോകുന്നത് എന്ന് പ്രശാന്ത് കിഷോറും പറയുന്നു. ഹാഷ്മി. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ബോധപൂർവം പ്രതിപക്ഷത്തിന്റെ മേഖലയിൽ നിന്ന് വോട്ട് കട്ട് ചെയ്ത് മാറ്റുന്നു എന്ന് ഈ പോയ ദിവസങ്ങൾക്ക് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. തെളിവടക്കം ഒരുപക്ഷെ അത് പറയുമോ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. അതിനോടൊപ്പം ഈ ഉയർന്ന പോളിംഗ് ശതമാനം, നേരത്തെ ശ്രീനാഥ് പറഞ്ഞതുപോലെ എപ്പോഴൊക്കെ ഒരു 5% മാർജിന് മുകളിൽ അവിടെ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ടോ അന്നൊക്കെ ഈ ഭരണമാറ്റമാണ് അവിടെ ഉണ്ടാകുന്നത്. എന്തിൻ്റെ സൂചനയാണ്? ഒന്നുകിൽ കടുത്ത ഭരണവിരുദ്ധ വികാരം, അല്ലെങ്കിൽ കടുത്ത ഭരണാനുകൂല വികാരം, അല്ലെങ്കിൽ ആ പോളിംഗ് ശതമാനത്തിന്റെ ചരിത്രത്തിലെ വലിയ വർധന ഉണ്ടാവില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.